ചിരിക്കല്ലേ? ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഷിക്കോട്ട് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന് എനിക്ക് ഷിക്കോട്ട് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന് എനിക്ക് മയിലാണ് മയിര് മയിര് അങ്ങനെ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. ആളിനെ നമുക്ക് മനസ്സിലായി. ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാലോ. അല്ലാതെ നീ ഒന്നും പണയണ്ട. മിത്രമേ, സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ലൈവിൽ നിന്നും ഒരു ക്ലിച്ച് ഫോട്ടോ എടുക്കുന്നതിനാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. പിന്നെ ചുരുട്ടി കിടക്കണ്. ഓ, എനിക്കതൊന്നും വിഷയമല്ല. ഇതെങ്ങനെ ആസ്വദിക്കാൻ പറ്റി? ഈ രേണു 1 വീതം 3 നേരം ഇതെങ്ങനെ ആസ്വദിക്കും ഈ സാധനം? ബോഡി സെക്സി ബോഡിയാ. എന്റെ ബോഡി കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല? എന്ത് തോന്നുന്നു? എന്റെയോ ഛർദിക്കാൻ തോന്നും. ഗെറ്റ് ഡ്രസ് മാൻ. ഈ ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ് ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാൻ പോവാ. അതെന്താ സുഖമില്ലാത്ത? നാക്കിട്ട് 2 കറക്കങ്ങോട്ട് കറക്ക്, അപ്പൊ സുഖം വരും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഈ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഈനാമ്പേച്ചി ഇങ്ങനെ നാക്ക് ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ ഈ ഇതിനെ പിടിക്കുന്നു, ഉറുമ്പിനെ പിടിക്കുന്നേ. അതുപോലെ നാക്ക് നീട്ടി 2 കാണിക്ക് ഞാൻ ചിരിച്ചു പോയനെ. സബിനകത്ത് കേറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. നീ ആസ്വദിച്ചോടാ. നീ 2 ദിവസം ആസ്വദിച്ചിട്ടിലൂടെ എടുത്ത് പുറത്തോട്ട് വന്നാണോ ഇല്ലാത്തവനെ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ ആസ്വദിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് പുറത്തൊന്നും വിടരുത്. ഇതൊക്കെ ആസ്വദിക്കുന്നതിനും ഭേദം സബ്ജക്റ്റ് ചാടിച്ചാവുന്നതാ. നാണോണ്ടോടാ നിനക്ക് ചേച്ചിയുടെ സാധനം ഒരു ആസ്വദിച്ചിട്ട് എടുത്ത് പുറത്തുവിടാൻ? ലേശം ഉളുപ്പ് കഷ്ടം തന്നെ കേട്ടോ. ഇവനൊക്കെ കാരണം ചേച്ചിക്ക് മനസ്സമാധാനം ഉണ്ടോ തുണി പറിക്കാൻ പറ്റാത്ത അവസ്ഥയായി വരുവാണല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം കുറച്ച്. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ ആ ജന്തു. അപ്പൊ ഞാൻ അതാണ് ലൈവില് വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ചേട്ടാ നമ്പർ മറക്കണ്ട. ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. അയ്യോ, അതങ്ങനൊന്നും അല്ല കാണിച്ചത്. ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് നക്കാൻ തുടങ്ങും. നക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ 2 റൗണ്ട് അടിച്ചൊരു 10-15 വട്ടം ആ വീഡിയോക്കകത്ത് നക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ചുണ്ട് പൊട്ടുന്നവരൊക്കെ ഇങ്ങനെ നക്കിയാണോ പഠിക്കുന്നത്? അമ്മാതിരി അപരാധമാണ് അതിനകത്ത് കാണിച്ച ലൈവിനകത്ത്. എന്നിട്ട് കണ്ണുപൊട്ടുന്ന നുണയാണ് ഈ കള്ളയിരുന്ന് പറയുന്നത്. ചുണ്ട് പൊട്ടിയോണ്ടാണെന്ന് ഇങ്ങനെ നുണ പണയല്ല എന്റെ ചേച്ചി. സത്യത്തിൽ ചേച്ചിക്ക് ചേർന്ന പേര് രേണു ഒന്നും ആയിരുന്നില്ല, പതിവ്രത എന്നായിരുന്നു. കാരണം അമ്മാതിരി പതിവ്രത ചേർന്നതിലാണ് സാധാരണ വീഡിയോകളിൽ. ലൈവിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പതി ഇല്ലാത്ത വൃതയാവും.